അടുത്തതായിട്ട് കുറച്ച് ശത്രുക്കൾ കൂടുന്നു അല്ലേ? ഭയങ്കര കൺസേൺ ആണ് അത്. നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു സമയത്ത് ഭയങ്കര സൗഹൃദത്തിലൊക്കെ നിന്ന ആൾക്കാർ നിങ്ങൾക്കെതിരാകുന്നു. പറയുന്ന 3 പോയിന്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ എന്തിനാണ് ഇതിൽ കൺസേൺ ചെയ്യുന്നത്? ഈ ശത്രുക്കളില്ല അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്നവരില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒന്നുകിൽ നിങ്ങൾക്കൊരു കഴിവില്ല, അതല്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് ശത്രുത ഉണ്ടാവുന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സൂപ്പർ താരങ്ങൾ, ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ഒക്കെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കോടതികൾക്ക് വരെ ശത്രുക്കളുള്ള കാലമാണ് അല്ലേ? എന്തെല്ലാമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മുഖമില്ലാത്ത ഒരുപാട് പേര് 4 ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം പറയും. അന്ന് ശത്രുത കൊണ്ടാവില്ല, മനോവൈകല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവരുടെ അവകാശം കൊണ്ടുമാണ്. ഞാൻ സോഷ്യൽ മീഡിയ മാത്രമല്ല ഉദ്ദേശിച്ചത്, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മളോട് ശത്രുതയുള്ളവരൊക്കെ കാണും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ കാണും. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഒരു കഴിവുമില്ലാത്തവർക്കാണ് ശത്രുക്കളില്ലാത്തത്. കഴിവുള്ള മനുഷ്യർക്ക് ശത്രുക്കൾ ഉണ്ടാകണം. അല്ല എൻ്റെ ഒരു രീതി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴല്ലേ അതിന് ഒരു അഭിപ്രായമുള്ളിടത്തെ എതിരഭിപ്രായം വരുള്ളൂ എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത്, നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്ന ഒരു സാധനമാണ് റിവെഞ്ച്. പ്രതികാരം ചെയ്യുക, പകപോക്കുക പോലെയുള്ള സംഗതി നിങ്ങളുടെ ടൈം കളയുമെന്നല്ലാണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഇല്ല. ഒരു തരത്തിലുള്ള ഒരു നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകാനില്ലാത്തൊരു സംഗതിയാണ്. അതിന് എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു സംഗതി എന്താ അറിയോ? സ്കിപ്പ് ദ പീപ്പിൾ ആണ്. അപ്പൊ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് പ്രതികാരം തോന്നാൻ തക്കതായ കാര്യങ്ങൾ നമ്മളോട് ചെയ്ത മനുഷ്യരെ ഇഗ്നോർ ചെയ്യലുമല്ല, സ്കിപ്പ് ചെയ്യുക. നമ്മൾ എത്രയോ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ടല്ലേ? എത്രയോ തന്നെ ഈ റീലിന് മുമ്പ് നിങ്ങൾ എത്രയോ സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെല്ലാം സ്കിപ്പ് ചെയ്യുന്നു എന്നതുപോലെ നമുക്ക് ശത്രുത തോന്നുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു ശത്രുത വിളിച്ചു വരുന്ന മനുഷ്യരെ അങ്ങ് സ്കിപ്പ് ചെയ്യുന്നേ. അവർ ഇഗ്നോറൻസ് പോലും അർഹിക്കാത്തവരാണ് എന്നതങ്ങ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. മൂന്നാമത്തത്, ദ റിയൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അല്ല. നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ നമ്മൾ എന്താണ്, നമ്മൾ ഏത് റേഞ്ച് വരെ പോകും, നമ്മൾ ഏതൊക്കെ സിനാരിയോയിൽ എങ്ങനെയൊക്കെ ആവുന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ശത്രുക്കൾ. അവരാണ് സത്യത്തിൽ ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഇൻസ്പിറേഷൻ ആയിട്ടിടണം. അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ആ ശത്രുത വരുന്നതെന്നുള്ള മനസ്സിലാക്കണം. അതിന്റെ ആക്രമണ രീതി പലതാവാം. പലപ്പോഴും വാക്കുകളായിരിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങളെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുക എന്നൊക്കെ പറയുന്നതായിരിക്കും പ്രധാന ശത്രുതയുടെ. ദേഹോപദ്രവമൊക്കെ അത്തരത്തിലുള്ളവർ ചെയ്യില്ല. ദേഹോപദ്രവം ചെയ്യുന്നവൻ മറ്റേ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നൊക്കെ പറയുന്നത് പോലെ ദേഹോപദ്രവം ചെയ്യുന്നവൻ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾ ആക്രമിച്ചെന്ന് വരില്ല. അതല്ലാതെ അത് അതിന്റെ രീതി, അത് വേറൊരു പാരലൽ യൂണിവേഴ്സാണ്. അപ്പൊ അതിനൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കാണാം. ശത്രുത എന്ന് പറയുന്നതിനെ നിങ്ങൾ ഒരുപാട് കൺസേൺ ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയുടെ വഴിദൂരം ഭയങ്കര ബുദ്ധിമുട്ടാവും, കുറേയേറെ ലാഗാവും. അങ്ങനെ ചിന്തിക്കരുത്. അവരവിടെ ഉണ്ടായിക്കോട്ടെ, ശത്രുക്കൾ ഉണ്ടെങ്കിലേ വിജയമുള്ളൂ എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ശത്രുതയുള്ള അല്ലെങ്കിൽ ശത്രുതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകുലപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കൂ. എന്നിട്ട് സേവ് ചെയ്യൂ. എന്നിട്ട് ഇങ്ങനെ കയറി വായോ ഫോളോ ചെയ്ത് പരകട്ടെ പ്രകാശം.